വടക്കും കല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തൊന്ന് വന്ന് കളി വിളയാടട്ടെ. തെക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തൊന്ന് വന്ന് കളി വിളയാടട്ടെ. പള്ളി വാളും ഭദ്രപട്ടകവും തിരുമുന്നിൽ വന്ന് കളി തുടങ്ങാം. ഞാനും മറന്നുപോയി എന്റെ നല്ല ചന്ദ്രകാസം പള്ളി വാട് തരിക വേണം. ചന്ദ്രകാസം ഇരിക്കുന്നതിന് തന്നെ കൊല്ലതേ ഭദ്രകാളി ആയിരങ്ങൾ അശതപ്പള്ളി മേതാളം കാവനത്തുണ്ട്. മുടിയോടെ മലയാള കൊണ്ട് പൊന്നുമോളെ അവൻ കണ്ടാൽ തൊണ്ടാൽ തൊഴുവാതെ മേതാളം വിഴുങ്ങുള്ളൂ. ഭദ്രകാളിയെ വിഴുങ്ങുന്ന പിശാചി ലോകത്തുണ്ടോ നല്ലച്ഛന്? ഭദ്രകാളിയെ വിഴുങ്ങുന്ന പിശാചി ലോകത്തുണ്ടോ നല്ലച്ഛന്? കാതം കാതം വഴി നടന്നമ്മേ കാതാളപ്പെട്ടു പോയമ്മേ, ദൂരം ദൂരം വഴി നടന്നമ്മേ ദൂതാളപ്പെട്ടു പോയമ്മേ. ദിക്ക് തെളിയണം, ദേശം തെളിയണം, തറവാട്ടിക്കാരനോ ഒരു അടിയോടി തെളിയും. ഉണ്ണിക്കണ്ണൻ ചെങ്കണ്ണൻ നാട്ടിൽ വന്ന വീട്ടിൽ വരരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലേ? അപ്പോൾ ഈ പാട്ട് ഇഷ്ടമുള്ളവരൊന്ന് കൈയടിച്ചേ. അപ്പോൾ ഈ പാട്ട് പാടില്ലേ? നിങ്ങളും കൂടെ പാടില്ലേ? പള്ളിവാള് ഭദ്രവട്ടകം, പള്ളിവാള് ഭദ്രവട്ടകം, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി. രതീഷ് അടി കൂട്ടുണ്ടിട്ട് ഇവിടെ പാടാം. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. ഞങ്ങളുടെ പടിഞ്ഞാറ് നടയിൽ വാളാറ് കല്ലറയിൽ പട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. ൊന്നും വിത്തൊന്നുമല്ല എന്നോട് പൊന്മകനെ, ആ വിത്ത് അസുര വിത്തെന്നാണ് അതിന്റെ പേര്. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. ഞങ്ങളുടെ പടിഞ്ഞാറ് നടയിൽ വാളാറ് കല്ലറയിൽ പട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. പള്ളിവാട് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. പള്ളിവാട് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കാളി, കളി തുടങ്ങി. കണ്ണുകൊണ്ട് നോക്കി നീ വിത്തെന്നു പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടി തെറിച്ചു പോകും. കണ്ണുകൊണ്ട് നോക്കി നീയെ വിട്ടെന്ന് പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടി തെറിച്ചു പോകും. കണ്ണുകൊണ്ട് നോക്കി നീ വിത്തെന്നു പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടി തെറിച്ചു പോകും. കണ്ണുകൊണ്ട് നോക്കി നീയെ വിട്ടെന്ന് പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടി തെറിച്ചു പോകും. നാക്കുകൊണ്ട് ചൊല്ലി നീ വിത്തെന്നു പറഞ്ഞാലോ നാക്കിന്റെ കടപഴുത്ത് പറഞ്ഞു പോകും. നാവുകൊണ്ട് ചൊല്ലി നീയെ വിട്ടെന്ന് പറഞ്ഞാലോ നാവിന്റെ കടപഴുത്ത് പറഞ്ഞു പോകും. കാത്തുകൊണ്ട് കേട്ട് നീ വിത്തെന്നു പറഞ്ഞാലോ കാതിന്റെ കടപഴുത്ത് പറഞ്ഞു പോകും. നാവുകൊണ്ട് കേട്ട് നീയെ വിട്ടെന്ന് പറഞ്ഞാലോ നാവിന്റെ കടപഴുത്ത് പറഞ്ഞു പോകും. അങ്ങനെ കൊണ്ടടി 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 മോളെ കാലിയ മോളെ ശ്രീകുറുമ്പേ, കൊണ്ടടി 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 മോളെ കാളിയ മോളെ ശ്രീകുറുമ്പേ, കൊണ്ടടി 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 മോളെ കാലിയ മോളെ ശ്രീകുറുമ്പേ. കൊണ്ടടി 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 മോളെ കാളിയ മോളെ ശ്രീകുറുമ്പേ, ആ വിത്ത് അസുര വിത്ത് കൊണ്ടുപോ കണ്ടടി ശ്രീകുറുമ്പേ. ആ വിട്ട് അതിന്റെ വിട്ട് കൊണ്ടുവാ കൊണ്ടടി ശ്രീകുറുമ്പേ, ആ വിത്തൊന്ന് മണ്ണടി ചെന്ന മാനുഷിക്കല്ല മാവത്താണ്. ആ വിട്ടൊന്ന് മണ്ണടിച്ചെന്ന മാനുഷിക്കല്ല മാവത്താണ്. ആ വിത്തൊന്ന് മണ്ണടി ചെന്ന മാനുഷിക്കല്ല മാവത്താണ്. ആ വിത്തൊന്ന് മണ്ണടി ചെന്ന മാനുഷിക്കല്ല മാവത്താണ്. ആ വിത്തൊന്ന് മണ്ണടി
പകരം ഞങ്ങൾ മാത്രം പാടി. നിങ്ങൾ ഇനി ഉറക്കം പാടുവോ? ഒന്ന് ഒച്ചത്തിൽ പാടുവോ? പള്ളിവാള് പള്ളിവാള് കയ്യിലേന്തും നല്ല അച്ഛൻ്റെ രാവിലേട്ടാ വേണ്ടിയായിരുന്നില്ല നമ്മൾ മരുഭൂമിക്ക മണലിറങ്ങി. 1 2 3 സ്റ്റാർട്ട്. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാനേ, നല്ല അച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്ന് കാണി കളി തുടങ്ങി. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാനേ, നല്ലൊരു കയ്യടി നമ്മുടെ പെർക്കഷൻ ആൻഡ് കീബോർഡ് നമ്മുടെ ഗിറ്റാർ ചേട്ടന്മാർക്ക് എല്ലാവർക്കും കൊടുക്കണം. ഈ പാട്ടിന് എന്ത് ഭംഗിയായിട്ട് ഫ്ലൂട്ട് ഫീൽ ചെയ്ത്. താങ്ക് യു. അപ്പോ ഇനി പ്രിയപ്പെട്ടവരെ, ഏത് പാട്ട് ഇറങ്ങിയാലും കൊടുങ്ങല്ലൂർ അമ്മയെ വാഴ്ത്താണ്ട് ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പൊ പാടിയത് പള്ളിവാള് ഭദ്രവട്ടകം കൊടുങ്ങല്ലൂരുമ്മ പാട്ടാണ്. ഇങ്ങനെ ഒരു മെലഡി പാട്ടിന് ഇപ്പൊ ഡാൻസ് കളിച്ച് പിള്ളേര് വയ്യാണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തില് ഒരു ഭക്തിഗാനത്തിന് 4 വരി പാടിയാലോ? റെഡിയല്ലേ? ഈ സൈഡ് കുറച്ചും കൂടി ഉഷാറായ റെഡിയല്ലേ? ആയിക്കോട്ടെ, ഒന്ന് കൂടെ പാടി തന്ന പിള്ളേരെ കൂടെ. വിനയേട്ടാ ഒന്ന് കൂടെ വിനയേട്ടാ. അമ്മേ നാരായണ ദേവി നാരായണ. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും കൂടി പാടണം. ഒന്ന് പാടിയേ. അമ്മേ നാരായണ ദേവി നാരായണ, അമ്മേ 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 നാരായണ, ദേവി 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 നാരായണ. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. കാവ്യയുടെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരൂ കേട്ടോ മനോട്ടാ. അപ്പോ കുറച്ചു കാലം മുൻപ് കുറെ സിനിമയിൽ ഇപ്പൊ നാടൻ പാട്ടില്ലാണ്ട് സിനിമാക്കാർ സിനിമ ഇറക്കുന്നില്ല. എല്ലാ സിനിമയിലും നാട്ടുശൈലികളുണ്ട് അല്ലേ? ഏത് സിനിമ എടുത്താലും അതിലൊരു നാട്ടുശൈലി ഉണ്ടാവും. അദ്ദേഹചാന്ദ്രത്തിൽ പ്രസിദ്ധ ചാലക്കുടി ഒള്ളുള്ളേര് പാടി, അയ്യപ്പനും കോശയിലും നമ്മുടെ പ്രിയപ്പെട്ട നഞ്ചിയമ്മ കുറേ പാട്ടുകൾ പാടി ദേശീയ അവാർഡ് മേടിച്ചു. അതിൽ നിറകര പാലാപ്പള്ളി കടുവയിൽ പാടി. അപ്പം അങ്ങനെ ഇപ്പം എല്ലാ നാടൻ പാട്ട് കലാകാരന്മാർക്ക് സിനിമയിൽ ചാൻസാണ്. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ അതിനൊക്കെ മുമ്പ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊരു സിനിമ ഇറങ്ങി. ആ സിനിമയിൽ ഒരു പാട്ട്, ആ പാട്ടുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, ഒരുപാട് ആളുകൾ കേട്ട പാട്ടാണ്. ആ പാട്ടുമായി വരുന്നു കാവ്യശ്രീ രാഹുൽ. തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തിലലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തിലലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തിലലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തിലലേലേലേലേലോ പുള്ളേറെങ്കുമാ. പാത്താലും പാത്തനടി പുള്ളേറെങ്കുമാ, പാത്തുക്കിട്ടേ നിപ്പനടി പുള്ളേറെങ്കുമാ, പാത്താലും പാത്തനടി പുള്ളേറെങ്കുമാ, പാത്തുക്കിട്ടേ നിപ്പനടി പുള്ളേറെങ്കുമാ, പാത്താലും പാത്തനടി പുള്ളേറെങ്കുമാ, പാത്തുക്കിട്ടേ നിപ്പനടി പുള്ളേറെങ്കുമാ, പാത്താലും പാത്തനടി പുള്ളേറെങ്കുമാ, പാത്തുക്കിട്ടേ നിപ്പനടി പുള്ളേറെങ്കുമോ, പുള്ളേറെങ്കുമാ, തിലലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, പുള്ളേറെങ്കുമാ. ஊருக்கு விவரமா புள்ளரெங்குமா, வெள்ளக்கார பள்ளு கூட புள்ளரெங்குமா, 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 புள்ளரெங்குமா.
കുറച്ചുകൂടി ഒന്ന് താളത്തിലേറ്റി. மரத்தடில புள்ளரங்கமா மூஞ்சி கட்டியாடலாமா புள்ளரங்கமா ஊஞ்ச மரத்தடில புள்ளரங்கமா மூஞ்சி கட்டியாடலாமா புள்ளரங்கமா ஊஞ்ச மரத்தடில புள்ளரங்கமா மூஞ்சி கட்டியாடலாமா புள்ளரங்கமா ஊஞ்ச மரத்தடில புள்ளரங்கமா மூஞ்சி கட்டியாடலாமா புள்ளரங்கமா അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട നാടൻ പാട്ടുകളെയും നാടൻ കലാരൂപങ്ങളെയും മലയാള മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സിരകളിൽ ലയിപ്പിച്ച നമ്മുടെ മണിച്ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് പാടണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഒരിക്കലും മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഭയങ്കര പേടിയാണ്. ആരെ ഇപ്പം എന്തുകൊണ്ടാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് കേക്ക്, അതൊന്ന് കേക്ക്. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുമ്പോൾ എല്ലാ കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. കാരണം മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്നത് ഒരിക്കലും മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നവരോ ശബ്ദം അനുകരിക്കുന്നവരോ മണിച്ചേട്ടനൊന്നല്ല. അപ്പം അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും മണിച്ചേട്ടൻ്റെ പാട്ടിനെ ഞങ്ങൾ പാടുമ്പോൾ വിമർശിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. കാരണം 10-30 പരം പ്രോഗ്രാം ഞങ്ങൾ മണിച്ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുമ്പോഴൊക്കെ മണിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യമാണ്. എന്ത്? ഒരു കുഞ്ഞു കുട്ടി എൻ്റെ പാട്ട് പാടിയാലും 100 വയസ്സുള്ള ആൾ എൻ്റെ പാട്ട് പാടിയാലും അത് പാടുന്നുണ്ടല്ലോ ഏറ്റെടുത്താണ്, അത് മതി എനിക്ക്. അല്ലാണ്ട് ഞാൻ പാടുന്ന പോലെ ഞാൻ പാടിയ പോലെ ഒന്നും പാടുന്നു ഞാനൊരിക്കലും ഷാഠ്യം പിടിക്കില്ല. മക്കളെ ഞങ്ങൾ പാടിക്കും. മണിച്ചേട്ടനുള്ള സ്റ്റേജിൽ തന്നെ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പം അതൊന്നുമല്ല, ആളുകളുടെ ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. മണിച്ചേട്ടൻ്റെ പോലെ നമ്മൾക്ക് ഒരിക്കലും ആവാൻ പറ്റില്ലല്ലോ, അല്ലേ പ്രസി? മണിച്ചേട്ടൻ കപ്പലാണെങ്കിൽ, പ്രസീത എല്ലായിടത്തും പറയുന്ന ഒരു ഡയലോഗാണത്, മണിച്ചേട്ടൻ കപ്പലാണെങ്കിൽ ഞങ്ങളൊക്കെ കപ്പലണ്ടികളാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുമ്പോഴുള്ള കുറവുകളും കുഴപ്പങ്ങളൊക്കെ നമ്മൾ സഹിച്ച് വിമർശിച്ചോളൂ, അതിനൊന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല വിമർശിച്ചുകൊണ്ടൊന്നും. കാരണം ദാസേട്ടൻ്റെ പോലെ ഒരിക്കലും ആർക്കും പാടാൻ പറ്റില്ല, ഞാൻ പാടി വെച്ചു. അങ്ങനെ എല്ലാവരും ജീവിക്കണ്ടേ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആരിനും തല്ലാനും കൊല്ലാനും മറ്റുള്ള ലഹരി പരിപാടികൾക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ എന്തായാലും പാട്ടുപാടി ജീവിക്കുന്നു കുറച്ച് കലാകാരന്മാർ. ഞങ്ങൾ 20 പേരുള്ള സംഘമാണ് പതി ഫോക്ക് ബാൻഡ്. 5 പേരെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങളെ കൂടെ ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് വേറൊരു പതി ഫോക്ക് ബാൻഡ് ആയി തോന്നുന്നു. അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് മണിച്ചേട്ടൻ്റെ ഏറെ ഇഷ്ടമുള്ള, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മെലോഡിയസ് ആയിട്ടുള്ള ആ ചരിത്രമുറങ്ങുന്ന നമ്മളെല്ലാവരുടെ നെഞ്ച് തകർക്കുന്ന ആ പാട്ടുമായി വരികയാണ്. നമുക്ക് ഏറെ ഇഷ്ടമുള്ള മിന്നാമിനുങ്ങി എന്ന പാട്ടുമായി രാഹുലൻ മണ്ണമ്പേട്ട. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നു.
വന്നോട്ടെ മിന്നുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടം മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ നിന്നു ഞാനും വന്നോട്ടെ മിന്നുങ്ങേ അരികിലേക്ക് മാറ്റപ്പെട്ട നാടൻ പാട്ടുകളെയും നാടൻ ഗാനങ്ങളൊക്കെ മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സിരകൾ ലയിപ്പിച്ച മണിച്ചേട്ടൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ മണിച്ചേട്ടൻ നമ്മളോട് പറയാതെയാണ് പോയത്, അല്ലേ? നമ്മളോട് പറയാതെയാണ് മണിച്ചേട്ടൻ പോയത്. പക്ഷെ മണിച്ചേട്ടനോട് നമുക്കൊരു കാര്യം പറയാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ല പേടിയാകേണ്ട കൂട്ടിന് ഞങ്ങൾ കൂടെയുണ്ട്. അതാണ് നമുക്ക് മണിച്ചേട്ടനോട് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രസീത. പ്രിയപ്പെട്ടവരെ, ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾ ഏറ്റവും നന്നായി പാടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു മോള് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോളെ ഒന്ന് കൈപ്പൊക്കെ. അടുത്ത ദിവസം മോളുടെ കച്ചേരി ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ സ്റ്റേജിലുണ്ട്. അപ്പോൾ ഞങ്ങളേവരെയും കച്ചേരി കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. മോൾ ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ട് പാടിയിട്ടുള്ളത് കേൾക്കണോ പ്രിയ കൂട്ടരെ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് ഇപ്പോൾ വേണം എന്നുള്ളൊരു ഒന്ന് കൈയടിച്ചേ നോക്കട്ടെ. ഈ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസീത ചാലക്കുട്ടി കുറേ പാട്ട് പാടി, നാടൻ പാട്ട് പാടിയിട്ടുണ്ട്. നിന്നെ കാണാൻ എന്നെക്കാളും, അതുപോലെ കുട്ട കുട്ട കരയിലെ കുട്ട, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള കവിതയൊക്കെ പാടിയിട്ടുള്ള ആളാണെങ്കിലും ഇപ്പോൾ പ്രസീതേനെ നാലാൾ കാണുമ്പോൾ ദേ പോണ പ്രസീത ചേച്ചി എന്ന് കൊച്ചുങ്ങളോട് പറയണ്ടെങ്കിൽ ആ ഒരു പാട്ടാണ് കേൾക്കണോ പ്രിയ കൂട്ടരെ എന്നുള്ള പാട്ട്. ഈ പാട്ട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ പാടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വരുമ്പോൾ അതിന് താഴെ കൊന്തളിക്കാൻ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ പാടുക, അല്ലെങ്കിൽ അടുത്ത പാട്ട് പാടാമെന്ന് വിചാരിച്ച പാടണോ? വേണം, ആയിക്കോട്ടെ. ഒന്ന് കൂടി തരുമോ? തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഈ പാട്ട് ഇഷ്ടമുള്ളവര് കൈപ്പൊക്കി ഒരു കൈയടി തന്നെ, കൈപ്പൊക്കിട്ടെ. ഓക്കെ, പാടിപ്പോവാ അല്ലേ? കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ
കൊഴിയാനേ ഇപ്പന്നോട് കൊടുക്ക് ഒന്ന് പാടിക്കൊടുത്തേ കേൾക്കണോ? ആ എൻ്റെ കുട്ടികളുണ്ട് ഇവിടെ. ഒന്ന് മാറി മോനെ, തൊപ്പിക്കാരാ ഒന്ന് മാറിയിരുന്നേ, ഒന്ന് പാടി മക്കളെ. ആ കേൾക്കണോ? പ്രിയ കൂട്ടരെ, ഒരു കൈയടി കൊടുത്തേ എൻ്റെ മക്കൾക്ക്. അരട്ടി ഒന്നുകൂടി പാടി കൊടുത്തേ ഫുള്ളാട്ടാ. ആ കേൾക്കണോ? ഒരാൾ പാടിയേ, എഴുന്നേറ്റേക്ക് എണീറ്റേക്ക്. ശരി, എൻ്റെ ഭയങ്കര സ്പോർട്സുകാര് ആരാ? റെഡി, വാ എൻ്റെ റെഡി. ഞങ്ങൾ ഒരുമിച്ച് റെഡി. കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൻ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഒന്നും കൂടി കേൾക്കണോ? പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ. മതി മതി. ഹലോ ഹലോ ഹലോ, മൈക്ക് കട്ടാവണേ, ഞാൻ പോട്ടെ. ഇങ്ങോട്ട് പോരെ. കുറച്ചും കൂടി സ്പീഡിൽ പോയാലോ? ഇത്തിരി കൂടി സ്പീഡില്. റെഡി, 1 2 1 2 3 സ്റ്റാർട്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഇനി നമുക്ക് മലയാളക്കരയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. നാടൻ കലാകാരന്മാർ, പാട്ട് എഴുതുന്ന നാടൻ പാട്ട് കലാകാരന്മാർ, പാട്ട് പാടുന്ന കലാകാരന്മാർ. അതിൽ കുറച്ച് ആളുകളെ ഞങ്ങളൊന്ന് നിങ്ങൾക്ക് ഈ നിമിഷം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഞങ്ങളുടെ നാട്ടുകാരനായ കുന്നംകുളം പ്രദേശത്ത് പെരുമ്പടപ്പ് എന്ന പ്രദേശക്കാരനായ മണി മുക്കോല എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട കലാകാരനുണ്ട്. ഒരുപാട് സിനിമയ്ക്ക് അദ്ദേഹം പാട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് എന്തിനടി പൂങ്കൊടിയേ. ആ പാട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വന്ന് അദ്ദേഹം തന്നെ പാടിയൊരു പാട്ടുണ്ട്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, നിങ്ങൾ കേട്ട പാട്ടാണ്, ഇട്ടായ ഒരു പാട്ട്. അതിൻ്റെ ഒരു 4 വരി നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജി നമുക്കായി പാടിത്തരും. ഒരു പാട്ടിൻ നീണം കേൾക്കണം, എൻ കാതിൽ വന്ന് കഥ ചൊല്ലണ്, എൻ്റെ ഓലഞ്ഞാല് കിളിയേ. കനവാകും കടമേന്തി കര കാണാതൊരു നാളിൽ മഴമുകില ഞാൻ പാടാം, എൻ്റെ ഓലഞ്ഞാല് കിളിയേ. ഈ പാട്ട് മണിച്ചേട്ടൻ്റെ പാട്ടാണ്. അതായത് പെരുമ്പടപ്പ് മണിയേട്ടൻ. പിന്നെ ജിതേഷ് കക്കടിപ്പുറത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ അടുത്ത്. ഏ അതും ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഒന്നുകൂടിയും അറിയില്ല ജിതേഷ് ചേട്ടനെ? പാലവും പാലം എന്ന പാട്ട് മലയാളക്കരക്ക് സമ്മാനിച്ച, കൈതോല പായ വിരിച്ച് മലയാളക്കരക്ക് സമ്മാനിച്ച അദ്ദേഹം. അപ്പൊ നമുക്കൊന്ന് നിങ്ങൾ പാടണ്ട, അപ്പൊ ഒന്ന് പാടി വെക്കാം. ഞാൻ വലിയ പാട്ടുകാരനൊന്നല്ല, ഞാനല്ലത് പാടാറ് വേറെ ആൾക്കാരാ. കൈതോല പായ വിരിച്ച് പായലൊരു പറനെല്ലു മടന്ന് കാതുകുത്താനിപ്പ വരും നിന്റെ അമ്മാവന്മാരി പൊന്നേ. കാതുകുത്താനിപ്പ വരും നിന്റെ അമ്മാവന്മാരി പൊന്നേ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറച്ച് കള്ളുമടിച്ച് ആടി ആടി ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആടി ആടി ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്തി
കാരമുള്ളോണ്ട് കാത് കുത്തണ നേരം കാതുരുങ്ങി കാരമുള്ളോണ്ട് കാത് കുത്തണ നേരം നോവുമ്പം പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നെ നോവുമ്പം പച്ചോല നോക്കി ഇരുന്ന മതി എൻ്റെ പൊന്നെ. ഒരു കാര്യം പറയട്ടെ, ഈ പാട്ട് ഇതേ കണക്കാണ് ജിതേഷ് ഏട്ടൻ എൻ്റെ ചെവിയിൽ ഞങ്ങളുടെ ചെവിയിൽ പാടിത്തന്നത്. ഇങ്ങനെയാണ്, ഇതാണ് അന്ന് ഞാൻ ജിതേഷ് ഏട്ടനിൽ നിന്ന് കേട്ടതാണ് ഇത്. പിന്നെ ഇപ്പം കേൾക്കുന്നതൊക്കെ അതിനെങ്ങനെ മാറി 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 വരുന്ന രീതി. പക്ഷെ അതുകൊണ്ട് എന്താ, ആളുകളെല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവരും പാട്ട് കേൾക്കണം, എല്ലാവരും ഓരോ പാട്ടുകൾ കേൾക്കണമെന്നേ. അല്ലാണ്ട് ഞങ്ങൾ മാത്രമേ പാടുള്ളൂ, ഞങ്ങൾ മാത്രം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ പാട്ടും പുറത്തൊക്കെ വിട്ടിട്ട് എല്ലാവരും കേൾക്കണം. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ ആഫ്രിക്കയിൽ കിടക്കുന്ന ബോബന്മാരുടെ പാട്ട് വെച്ച് നമ്മളോട് ഡാൻസ് കളിക്കുന്നത് അല്ലേ.